നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും അധികം കൃത്യതയും സൂക്ഷ്മതയും വൈദഗ്ധ്യവും ആവശ്യമുള്ള ചികിത്സയാണ് ശസ്ത്രക്രിയ. പിഴവുകളില്ലാതെ കുറ്റമറ്റ രീതിയിൽ അതിസൂക്ഷ്മമായി ശസ്ത്രക്രിയ നടത്താമെന്നതാണ് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകത. ഇത് നമ്മൾ റോബോട്ടിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ അമല ആശുപത്രിയിലെ ഓർത്തോപീഡിക് സ്പൈൻ റോബോട്ടിക് സർജൻ ഡോക്ടർ സ്കോട്ട് ചാക്കോ ജോൺ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ. സർ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡോക്ടർ ഒരു സർജൻ എന്ന നിലയിൽ റോബോട്ടിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് വിശദീകരിക്കുക? റോബോട്ടിക് സർജറി രണ്ട് തരം നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഹാർഡ് റോബോട്ടും സോഫ്റ്റ് റോബോട്ടും. ഞാൻ ഓർത്തോപെഡിക് സർജനാണ്. നമ്മൾ ഹാർഡ് റോബോട്ടിക്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോൺസ് അഥവാ ബോൺസും ജോയിൻസിനും വേണ്ടിയുള്ള റോബോട്ടാണ് ഹാർഡ് ടിഷ്യൂ റോബോട്ട്. അമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഏതാനും മാസങ്ങളായി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ചെയ്തു വരുന്ന സ്ട്രൈക്കർ മേക്കോ സ്മാർട്ട് റോബോട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർ, പറഞ്ഞോളൂ, എന്താണ് ഈ റോബോട്ടിൻ്റെ പ്രത്യേകതകൾ? ഇപ്പോൾ ഡോക്ടർ ഓർത്തോപീഡിക് സർജനാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ സർജറി ഉപയോഗിക്കുക? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണമായി നടന്നു വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അത്തരം ഒരു സർജറി ആവശ്യമായി വരുന്ന സമയത്ത് 4 ജോയിൻറ്റ്സ് പറഞ്ഞോ. 4 ജോയിൻറ്റ്സിനാണ് നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ റോബോട്ടിക് സർജറി ഉപയോഗിക്കുന്നത്. മുട്ട് ജോയിൻറ്റ്, അതായത് നീ ജോയിൻറ്റ്, അതേപോലെ തന്നെ ഹിപ്പ് ജോയിൻറ്റ്, പിന്നെ ഷോൾഡർ ജോയിൻറ്റ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ സ്പൈൻ സർജറിക്കും റോബോട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നു. എന്തിനാണ് റോബോട്ടിൻ്റെ ആവശ്യകത? ഏകദേശം 10-25 വർഷമായി ഇതിനെക്കുറിച്ച് ചർച്ചകളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആക്യുറേറ്റായിട്ട് കൃത്യതയോടെ സർജറി ചെയ്യാനും ഇംപ്ലാൻറ്റ്സ് അഥവാ ഈ വെക്കുന്ന മെറ്റീരിയൽസ് ആക്യുറേറ്റായിട്ട് കൃത്യതയോടെ പ്ലേസ് ചെയ്യാനും ഡോക്ടറെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് റോബോട്ട്. ഈ റോബോട്ടിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന സർജറീസ് സാധാരണ മാനുവൽ അഥവാ കൺവെൻഷണൽ സർജറീസിനേക്കാളും കൂടുതൽ ആക്യുറേറ്റാണ്. ലോങ് ടേമിൽ പേഷ്യൻസിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഇതുകൊണ്ട്. ഡോക്ടർ, ഇപ്പോൾ റോബോട്ടിക് സർജറിയെ കുറിച്ച് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് റോബോട്ടിക് സർജറി സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവെ സാധാരണക്കാർ ചോദിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത്, ഈ സർജറി ചെയ്യുക ഡോക്ടർ തന്നെ ആയിരിക്കുമോ അതോ റോബോട്ടായിരിക്കുമോ? ഈ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ അടുത്തുണ്ടാകുമോ? ഇപ്പോൾ ഡോക്ടറുടെ പ്രസൻസിൽ ഇല്ലാതെ ചെയ്യപ്പെടുന്ന ഏതോ ഒരു സർജറി ആണ് എന്നൊരു തെറ്റിദ്ധാരണ ചെറിയ വിഭാഗം ആളുകൾക്കിടയിലെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഡോക്ടർക്ക് ആ പ്രൊസീജിയർ ഒന്ന് വിശദമാക്കി തരാമോ? തീർച്ചയായിട്ടും ഇതൊരു തെറ്റിദ്ധാരണയാണ്. സർജറി ആക്യുറേറ്റായിട്ട് ചെയ്യുവാൻ ഡോക്ടറിനെ സഹായിക്കുന്ന ഒരു ഉപകരണം, ഒരു ടൂൾ മാത്രമാണ് റോബോട്ട്. മറ്റ് റോബോട്ട്, സോഫ്റ്റ് ടിഷ്യൂ റോബോട്ടിന് വ്യത്യസ്തമായി തലേ ദിവസം തന്നെ പേഷ്യൻ്റെ CT സ്കാൻ, ബോണിൻ്റെ സ്കാൻ എടുക്കുന്നു. ഇതിൽ വെർച്വലായിട്ട് തലേ ദിവസം തന്നെ സർജറി ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസും ഡാറ്റയും ആസ്പദമാക്കി പിറ്റേ ദിവസമാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. ഈ സർജറി ചെയ്യുമ്പോൾ റോബോട്ടിൻ്റെ ഒപ്പം ഫുൾ ടൈം ഡോക്ടർ ഉണ്ടായിരിക്കുക മാത്രമല്ല, ഓരോ മൂവ്മെൻറ്റ്സും എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് ബട്ടൺ ഡോക്ടറിൻ്റെ കയ്യിലാണ്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ ഒരു പരിധിവരെ സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാലും പരമ്പരാഗതമായ നമ്മുടെ സർജറികളിൽ നിന്ന്, ശസ്ത്രക്രിയകളിൽ നിന്ന് റോബോട്ടിക് സർജറി ഒരു സർജൻ എന്ന നിലയിൽ ഡോക്ടർ പ്രിഫർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർക്ക് സ്വയം അനുഭവപ്പെടുന്ന അഡ്വാൻറ്റേജസ്? നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിഷ്വലുകൾ കണ്ടുകൊണ്ട് വളരെ കൃത്യമായി സൂക്ഷ്മമായി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകത. ഡോക്ടർ, അതൊരു പ്രൊസീജിയറിൽ ഡോക്ടർ സ്വയം ചെയ്യുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഞാൻ ഏകദേശം 25 വർഷമായി ഓർത്തോപെഡിക്സ് സ്പൈൻ സർജറിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു.
മാനുവൽ സർജറിയേക്കാളും വളരെ കൃത്യതയോടെയാണ് റോബോട്ട് ചെയ്യുന്നത്, ഉപയോഗിച്ച് ചെയ്യുന്നത്. അതുമാത്രമല്ല, അത് ശേഷമുള്ള റിസൾട്ട്സും പേഷ്യൻ്റ് ഉണ്ടാവുന്ന അതുകൊണ്ടുള്ള ഗുണങ്ങളും വളരെ വ്യത്യസ്തമാണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. ആക്യുറസി, നമ്മൾ ഒരു കോമ്പണൻസ്, ഇംപ്ലാൻസോ കോമ്പണൻസ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് ശേഷം എക്സ്റേ എടുക്കുമ്പോഴും CT സ്കാൻ എടുക്കുമ്പോഴും മാനുവലായിട്ട് കാണുമ്പോഴും മാനുവലായിട്ട് ചെയ്യുമ്പോഴതിനേക്കാളും വളരെ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും കോമ്പണൻസ് പ്ലേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ബോൺ കട്ട് ചെയ്യുന്നതിൻ്റെ ആ പ്രിസിഷനും വളരെ ആക്യുറേറ്റ് ആണ്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം റോബോട്ടിക് സർജറി സജസ്റ്റ് ചെയ്യപ്പെടുന്ന, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാറുണ്ടോ? എല്ലാ സാഹചര്യങ്ങളിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി ആണോ ഇത്? എങ്ങനെയാണ്? മാനുവലായിട്ട് ചെയ്യുന്ന സർജറി എല്ലാം തന്നെ നമുക്ക് റോബോട്ടിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് റോബോട്ടിക് കോൺട്രാഇൻഡിക്കേഷൻ ഇല്ല. സർജറിക്ക് പേഷ്യൻ്റ് ഫിറ്റാണോ, സർജറിക്ക് പേഷ്യൻ്റ് ഇൻഡിക്കേഷൻ ഉണ്ടോ എന്നത് മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ. മാനുവലായിട്ട് ചെയ്യുന്ന എല്ലാ സർജറീസും റോബോട്ടിനെ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഒന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് പാലക്കാട് നിന്ന് അബ്ദുൾ റഹ്മാൻ എന്ന പ്രേക്ഷകരുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഓക്കെ, ചോദിച്ചോളൂ. ഹലോ. ഹലോ, ഞാൻ കുപ്പിലായിരുന്നു സാറേ. എനിക്ക് വലത് കാലിന്റെ. ഹലോ സാറെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, കേൾക്കില്ലേ? വലത് കാലിന്റെ മുട്ട് ഭയങ്കര വേദന. എത്ര വയസ്സുണ്ട്? എനിക്ക് 47 വയസ്സുണ്ട്. എത്രയുണ്ട് ഏജ്? ഏജ് 84-85 കിലോ ഉണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് വലത് കാലിന്റെ മുട്ടിന്, പിന്നെ കയ്യിന്റെ, വലത് കയ്യിന്റെ ഒക്കെ തരിപ്പ് വരുന്നുണ്ട് ഇടയ്ക്ക്. മറ്റേ മുട്ടിനാണ് വേദന. രാവിലെ എണീക്കുമ്പോഴൊക്കെ മുട്ടുവേദന ഉണ്ട് എനിക്ക്. എണീക്കുമ്പോ കുറച്ചു നേരം ഒരു 10 ഇരുന്നാലൊക്കെ എനിക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ എണീക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. മുത്ത് വരുന്നുണ്ട് അല്ലേ? കേട്ടിടത്തോളം ഇത് 2 ഗണത്തിൽ നമുക്ക് ഇതിനെ പെടുത്താം. ഒന്നില്ലെങ്കിൽ എല്ല് തേയ്മാനം ആവാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള വാദസംബന്ധമായ രോഗങ്ങളാവാം. ഇതിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടി വരും, എക്സ്റേ എടുക്കേണ്ടി വരും, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതെ, കാണുമ്പോ കുറച്ച് നീരിങ്ങനെ നീരിന്റെ മാതിരി ഇത് കാണുന്നുണ്ട്. ഇവിടെ അമർത്തുമ്പോ ഒരു അപ്പൊ അത് ഇത് കുഴി പോലെ. അപ്പം നമുക്കത് എന്തായാലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും, വാദസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഇതിൽ ഉണ്ടോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ തന്നെ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും, എത്രത്തോളം തേയ്മാനം മുട്ട് ജോയിന്റിന് സംഭവിച്ചെന്നുള്ളത്. അതിനുശേഷമേ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് വേണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടോ? എക്സ്റേ എടുത്ത് നോക്കിയിട്ടില്ല. ഗൾഫിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നാട്ടിലൊന്നും ചെയ്തിട്ടില്ല. കുഴപ്പമില്ല എന്നല്ല. തീർച്ചയായിട്ടും അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കാം. കാര്യം അതിൽ തേയ്മാനം കൂടി വരുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ആയിക്കോട്ടെ, എന്ന് എക്സ്റേ എടുത്തിട്ട് നോക്കട്ടെ. സർ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് തുടരാം. ഇപ്പോൾ അദ്ദേഹം ചോദിച്ച പോലെ ഏറ്റവും അധികം ആളുകൾക്ക് ഏറ്റവും സാധാരണമായി വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മുട്ടിൻ്റെ തേയ്മാനം, അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സജസ്റ്റ് ചെയ്യപ്പെടുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് പേരുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അത് അത്ര സാധാരണമായ ഒരു ശസ്ത്രക്രിയ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സർജറിയിൽ റോബോട്ടിക് സർജറിയുടെ ഒരു സാധ്യതയെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ എല്ലാ മുട്ടുവേദനയ്ക്കും ഓപ്പറേഷൻ ആവശ്യമില്ല. ആർത്രൈറ്റിസ് വന്ന് ബോൺ ഡാമേജ് വന്ന് നടക്കാൻ ബുദ്ധിമുട്ടും വേദനയും സ്റ്റേജുകൾ മാറുമ്പോഴാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സാധാരണ ഒരു മുട്ടുവേദനയ്ക്ക് ഏർലി സ്റ്റേജസ് ആണെങ്കിൽ പലതരം ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ വേദനയുടെ മരുന്നുകൾ കഴിക്കാം. വാദസംബന്ധമായ അസുഖങ്ങളാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജോയിൻറ്റ്സ് കൂടുതൽ തേയാതിരിക്കാനുള്ള ജീവിത രീതിയിലെ മാറ്റങ്ങൾ,
അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി എക്സസൈസുകളും നമ്മൾ ചെയ്യേണ്ടി വരും. ഡോക്ടർ ഒന്ന് ഇടപെട്ടോട്ടെ ഡോക്ടർ. പിന്നെ കൂടാതെ അടുത്ത കാലത്തായിട്ട് മുട്ടിൻ്റെ ഉള്ളിലേക്കുള്ള പല ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ്. ഇതിലെല്ലാം പുറമെ ഇതിനെല്ലാത്തിനും ശേഷവും പെയിൻ മാറാതെ നിൽക്കുന്നു, സിവിയർ മുട്ട് കൂടുതൽ തേയ്മാനം സംഭവിക്കുന്ന കേസുകളിൽ മാത്രമേ മുട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വ്യക്തമാണ് സർ. നമുക്ക് അതിലേക്ക് സർജറിയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് അതിന് മുമ്പ് ചേർത്തലയിൽ നിന്ന് അഭയൻ എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. സർ കേൾക്കാമോ? ഹലോ ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഹലോ കേൾക്കാമോ സാറേ? ഹലോ ഹലോ സാറേ കേൾക്കാമോ സാറേ? കേൾക്കുന്നുണ്ട് സാറേ എൻ്റെ പേര് അഭയൻ കേൾക്കുന്നുണ്ട്. എന്നാണ്. ഞാൻ ഒരു 1.5 വർഷം മുമ്പോഴേക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഹലോ ഓക്കെ സാർ, അപ്പൊ പറഞ്ഞോളൂ. ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചത്. ഹലോ ഓക്കെ ഞാൻ സാമ്പത്തികമായിട്ട് എത്ര വയസ്സുണ്ട് താങ്കൾക്ക്? എനിക്കിപ്പോ 48 കഴിഞ്ഞു. ഓക്കെ പറഞ്ഞോളൂ, കേക്കാം. അപ്പം പിന്നെ 17 ദിവസം കൂടെ നമ്മൾ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ പോയില്ല. കാരണം നമുക്ക് അവിടെ ആ ഹോസ്പിറ്റലിൽ പോകാനുള്ള സാമ്പത്തിക സിറ്റുവേഷൻ ഇല്ലാത്ത കാരണം പിന്നെ ഈ എറണാകുളത്ത് വർക്ക് ചെയ്യണം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, മനു ഡോക്ടറെയാണ് നമ്മൾ തുടർ ചികിത്സ ചെയ്തത്. അപ്പൊ ഈ കഴിഞ്ഞ ജൂൺ മാസം കാലിൽ ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് അപ്പൊ ഈ പിന്നെ എനിക്ക് പോകാൻ വേണ്ടി പിന്നെ പൈസ ഒന്നും ഇല്ലാത്തതാണ് ഇതുവരെ ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. ജൂണിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും കാല് ചെറിയ രീതിയിൽ ബ്ലഡും പഴുപ്പും നൈസായിട്ട് വന്നിട്ടുണ്ട്. വേറെ എനിക്ക് അസ്വസ്ഥതയൊന്നും ഇല്ല. കേട്ടിടത്തോളം അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത് ചികിത്സിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും മാസത്തിന് ശേഷം പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഇംപ്ലാന്റിന്റെ ഇറിറ്റേഷൻ കൊണ്ടാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹലോ സാറേ, അപ്പൊ എനിക്ക് അടുത്ത കാലത്ത് പനി വന്നിട്ട് വീണ്ടും പനിയൊക്കെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ സാറേ? ഇൻഫെക്ഷൻ ഉണ്ടാവാം. അത് ഇപ്പം ഇംപ്ലാന്റ് എല്ലാം അസ്ഥി ചേർന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ല സാറേ, എനിക്ക് നേരത്തേക്കെന്ന് വെച്ചാൽ ഇങ്ങനെ പനിയൊന്നും വരുത്തുന്നില്ല. എനിക്കിപ്പോ അടുത്ത കാലത്ത് പനി വീണ്ടും വന്നുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ അത് എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി, എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ സാറേ, താങ്ക് യു. സർ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ബിജു വർഗീസ് കൂടിയുണ്ട്. ബിജു സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ നമസ്കാരം. ഹലോ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ നമസ്കാരം. പിന്നെ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. ഞാൻ സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം നിന്നുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതേ. അപ്പൊ അതുകൊണ്ട് തന്നെ കാലിന് ഇപ്പൊ മുട്ടുവേദനയുണ്ട്. 50 കഴിഞ്ഞ് 51 ആയി കേട്ടോ. ഏജ് 51 ആയി. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഫ്ലൂയിഡിന് കുറവുണ്ട്, തേയ്മാനം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഡോക്ടറിന് പറയാമോ? ഇത് ഏർലി സ്റ്റേജ് ആണെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല. അപ്പൊ അതിന് ഫിസിയോതെറാപ്പിയും ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. തീർച്ചയായിട്ടും അതാണ് ട്രീറ്റ്മെന്റിന്റെ തുടക്കം. പിന്നെ ചെറിയ എക്സസൈസുകളൊക്കെ ഡോക്ടർ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് ചെയ്യുക. അല്ല ഡോക്ടറെ, മുട്ടിന് വേദനയുണ്ട് കേട്ടോ. വേദനയുണ്ട്, നിൽക്കുമ്പോഴും വേദനയുണ്ട് കേട്ടോ. അപ്പം ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. നമ്മൾ ഒത്തിരി സ്റ്റെപ്പ് കയറി ആക്ടിവിറ്റീസ് ഒത്തിരി ചെയ്യുന്നത് കുറയ്ക്കേണ്ടി വരും. പിന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പുതിയതായിട്ടൊരു എക്സ്റേ എടുത്ത് നോക്കി ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും.
സർ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സർ നമ്മൾ നേരത്തെ സംസാരിച്ചു തുടങ്ങിയിരുന്നു. നമുക്ക് ഏറ്റവും സാധാരണമായി വേണ്ടി നടക്കുന്ന ഒരു സർജറിയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ റോബോട്ടിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാവും. അമലയിൽ ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മേക്കോ സ്ട്രൈക്കർ സ്മാർട്ട് റോബോട്ട് 2.0 കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സർജറി മുട്ടുമാറ്റിവെക്കൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള റോബോട്ടാണ് ഈ സ്ട്രൈക്കർ മേക്കോ റോബോട്ട്. ഏകദേശം 1.5 മില്യൺ 15 ലക്ഷത്തോളം സർജറീസ് ഈ റോബോട്ട് ഓൾറെഡി ലോകത്തിൽ ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ ഈ എണ്ണം കുറവാണെങ്കിലും ഈ അടുത്ത കാലത്ത് കൂടുതൽ സർജറീസ് ചെയ്യുന്നു. കേരളത്തിലെ 2ാമത്തെ ഇൻസ്റ്റലേഷനാണ് അമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ സ്ട്രൈക്കർ മേക്കോ സ്മാർട്ട് റോബോട്ട് സിസ്റ്റം 2.0. 3 കാര്യങ്ങളാണ് ഈ റോബോട്ടിനുള്ളത്. ഫസ്റ്റ്, അക്വിസ്റ്റോപ്പ് ഹാപ്റ്റിക് ടെക്നോളജി. ആർട്ടറി, നെർവ്, വെയിൻ, ലിഗമെൻ്റ് എന്നിവ അബദ്ധവശാൽ കട്ടാവാതിരിക്കാൻ വേണ്ടി ഈ റോബോട്ട് സർജനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഒരു ബയോ ഫീഡ്ബാക്ക് ഈ റോബോട്ട് തരുന്നു. അതാണ് അക്വിസ്റ്റോപ്പ് ഹാപ്റ്റിക് ടെക്നോളജി. അതേപോലെ തന്നെ ഡാറ്റ അനാലിസിസ്. സർജൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും അനലൈസ് ചെയ്ത് അത് മനസ്സിലാക്കി എവിടെയാണ് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തത്, എവിടെയാണ് ആക്യുറസി കൂടുതൽ വേണ്ടതെന്നുള്ളത് ഫീഡ്ബാക്ക് ഈ റോബോട്ട് തരുന്നു. 3ാമതായി ഇൻട്രാ ഓപ്പറേറ്റീവ് ബാലൻസിങ് ലിഗമെൻറ്റ്. ഓപ്പറേഷൻ്റെ മധ്യത്തിലും ട്രയൽ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്തതിന് ശേഷവും ബാലൻസ് ഈ റോബോട്ട് വെച്ച് നമുക്ക് ചെയ്ത് നോക്കുവാൻ സാധിക്കുന്നു. വളരെ കൃത്യതയോടെ ഈ റോബോട്ട് സർജനെ സഹായിക്കുന്നു. ചെയ്ത കേസിൽ ഈ കട്ട്സ്, ബോൺ കട്ട്സ് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. എങ്ങനെയാണ് ഈ ആക്യുറസി കിട്ടുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണ ഒരു ഓപ്പൺ സർജറിയിൽ മുട്ട് ഓപ്പൺ ചെയ്യുകയും ബോണുകൾ കാണുകയും അതിൻ്റെ ജോമെട്രി ആസ്പദമാക്കിയാണ് ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്യുന്നത്. അതാണ് മാനുവൽ അല്ലെങ്കിൽ കൺവെൻഷണൽ സർജറി എന്ന് പറയും, നോർമലായിട്ട് നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷൻ. എന്നാൽ റോബോട്ടിക് സർജറിയിൽ ഈ മാക്കോ സിസ്റ്റം ചെയ്യുന്നത് ഓപ്പറേഷൻ്റെ തലേ ദിവസം ഇടുപ്പിൻ്റെയും മുട്ടിൻ്റെയും ആംഗിളുടെയും CT സ്കാൻ എടുക്കുന്നു. ഈ CT സ്കാനിനെ ആസ്പദമാക്കിയാണ് ഈ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടുപ്പിൻ്റെയും ആംഗിളുടെയും സെൻറ്റർ ആസ്പദമാക്കിയാണ് മുട്ടിൻ്റെ കോമ്പണൻറ്റ്സ് പ്ലേസ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ തലേ ദിവസം തന്നെ വെർച്വലായിട്ട് നമ്മൾ ഈ സർജറി ചെയ്തു കഴിയുന്നു. വ്യക്തമാണ് സർ. നമുക്ക് പാലക്കാട് നിന്ന് സുഗുണ എന്ന പ്രേക്ഷകയുണ്ട്. മാം സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ മാഡം, പറയട്ടെ. സാർ സാർ കേൾക്കാം. എനിക്ക് 4-5 വർഷമായിട്ട് മുട്ടുവേദനയുണ്ട്. ഈ 2016 യൂട്രസ് റിമൂവ് ചെയ്തു സാർ. അതിനുശേഷമാണ് മുട്ടുവേദന തുടങ്ങിയത്. എന്നിട്ട് കുറെ അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് സമാധാനം കിട്ടിയിരുന്നു. എന്റെ വർക്ക് വന്നിട്ട് 8 മണിക്കൂർ നടക്കുന്ന വർക്ക്, സ്പിന്നി മില്ലിലാണ് വർക്ക്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, ഫുൾ എല്ല് തേഞ്ഞിരിക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്യണ്ട പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും വർക്കിന് പോകുന്നുണ്ട്. 8 മണിക്കൂർ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് സാർ. അപ്പൊ ഈ ബെൽറ്റ് ഇട്ടിട്ട് നടക്കാൻ പറ്റുമോ സാറേ? ഈ 8 മണിക്കൂറും കാലിൽ ബെൽറ്റ് ഇട്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇനിയും അതേപോലെ ബെൽറ്റ് ഇട്ടിട്ട് നടക്കാൻ പറ്റുമോ സാർ? ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. ഈ ബെൽറ്റും ഇട്ടിട്ട് നടക്കാൻ പറ്റുമോ സാറേ ഈ 8 മണിക്കൂറും? അതൊന്നും അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ സാർ. അല്ല, വയസ്സ് എത്രയുണ്ട്? വയസ്സ് 51. 51. സാധാരണ മുട്ടുമാറ്റി വെക്കൽ കുറച്ചുകൂടി ഏജിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മുട്ടിൻ്റെ അവസ്ഥ നോക്കിയിട്ട് തന്നെ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. വേദന കുറവുണ്ട്. കുറച്ച് നാളും കൂടി ഈ ബെൽറ്റും ഇതും മറ്റേ ഫിസിയോതെറാപ്പിയും മരുന്നുകളും കൊണ്ട് നടക്കാവുന്നതിൽ തെറ്റില്ല. ഫുൾ നടക്കല. അതുകൊണ്ട് നമ്മൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഓക്കെ സാർ കേൾക്കുന്നുണ്ട്.
അപ്പൊ ബെൽറ്റ് ഇട്ടിട്ട് നടക്കാമില്ലേ? കേൾക്കുന്നുണ്ട്. ആ, ബെൽറ്റ് ഇടുന്നത് നടക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ വേദന അത്രയില്ല, ഒരു ചെറിയ വീക്കമുണ്ട്, പക്ഷെ വേദന ഇല്ല. അപ്പൊ പിന്നെ ബെൽറ്റിന്റെ ആവശ്യമില്ല. അല്ല, അത് നടക്കുമ്പോ നമ്മൾ ഇട്ടില്ലെങ്കിൽ ഈ മുട്ട് ബാലൻസ് തെറ്റും സാർ. അപ്പൊ അതുകൊണ്ടാണ് അത് ഇട്ടിട്ട് പോണത്. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബെൽറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. അതെ അല്ലേ. ഓക്കെ. മാം വിളിച്ചതിന് നന്ദി. വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, നമുക്കിനി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനമായി ചോദിക്കുന്നു, ഡോക്ടർ മറ്റ് ശസ്ത്രക്രിയകളിൽ നിന്നും ഇതിൻ്റെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം റിക്കവറി പീരീഡ് എങ്ങനെയാണ്? വേദന കുറവുണ്ടോ? എങ്ങനെയാണ്? എത്ര ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോകുക സാധ്യമാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ചെറിയ മുറിവിലൂടെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതിനാൽ തന്നെ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും. ബോൺ കട്ട്സ് റിമൂവ് ചെയ്യുന്ന ബോണിൻ്റെ അളവും വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ റിക്കവറി വളരെ സ്പീഡിയാണ്, ഫാസ്റ്റാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോകാനും നോർമൽ ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കാനും ഈ റോബോട്ടിക് സർജറി സഹായിക്കുന്നു. സർ, എല്ലാ പ്രായക്കാർക്കും എല്ലാ പ്രായത്തിലും ചെയ്യാവുന്ന ഒന്നാണോ? ഈ നീ റീപ്ലേസ്മെൻ്റ് ഏജ് ലിമിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ 60+ അല്ലെങ്കിൽ 55+ ആയ ഒരു ഏജിലാണ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ മുട്ടിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇതിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരാം, സർജനെ ഡിപ്പെൻഡൻ്റ് വരാം. പക്ഷേ യങ് പേഷ്യൻസിന് കഴിയുന്നത് നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷൻ ചെയ്യാറില്ല. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി.